ഇന്ന് മുഹറം 10. ഇതുപോലുള്ള ഒരു ദിനത്തിൽ നാം അയവിറക്കേണ്ട ഒരു ഖുർആനിക ചരിത്രമുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സ്വച്ഛാധിപതി സാക്ഷാൽ ഫിർഔൻ. ആ ഫിർഔനിന്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം നൽകിയത് മുഹറം 9-നായിരുന്നു. അന്ന് രാത്രിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളെയും കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞിരുന്നു, ഫറോവയും സൈന്യവും നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. പക്ഷേ ലാ തഖാഫു ദറക്കൻ വല തഖ്ഷ. ദറക്ക് എന്ന് പറഞ്ഞാൽ പിന്നാലെ ഒന്ന് പിടികൂടുക എന്നാണ് അർത്ഥം. അവർ പിന്നാലെ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളെ ഒരിക്കലും അവർ പിടികൂടുകയില്ല എന്നുള്ളതായിരുന്നു അള്ളാഹുവിന്റെ വാഗ്ദാനം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും രാത്രി ഉടനീളം ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നിൽ ഫറോവയും സൈന്യവുമുണ്ട്. നേരം പുലർന്നപ്പോഴാണ് തങ്ങൾ വന്നുപെട്ടത് ചെങ്കടലിന്റെ മുന്നിലാണ് എന്ന് മനസ്സിലാവുന്നത്. പിന്നിൽ ഫറോവയും സൈന്യവും അതുപോലെ തന്നെയുണ്ട്. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറയുന്നത്, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ അവര് പിടികൂടിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞ വഴിയിൽ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ മൂസാ പ്രവാചകൻ നൽകിയിട്ടുള്ള മറുപടി, ഇത് അള്ളാഹു തുടങ്ങി വെച്ചതാണ്. ഇത് എങ്ങനെ തീർക്കണമെന്നും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഒരിക്കലും ശത്രുക്കൾ നമ്മെ പിടിക്കുകയില്ല. ഫറോവ ഞങ്ങളെ പിടിച്ചത് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ സാക്ഷിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ഫറോവയെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കി എന്നുള്ളതാണ് ചരിത്രം. ഈ ചരിത്രം പകരുന്ന വലിയ ഒരു പാഠമുണ്ട്. അള്ളാഹുവിന്റെ വഴിയിൽ അവനെ വിശ്വസിച്ചാണ് നാം ഇറങ്ങിത്തിരിച്ചത് എങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന സമുദ്രങ്ങളൊന്നും നമ്മെ വിഴുങ്ങാനുള്ളതല്ല, നേരെ മറിച്ച് നമ്മുടെ ശത്രുക്കളെ ഒഴുങ്ങാനുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മുഹറം കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് സമുദ്രങ്ങളുണ്ട്, നമ്മുടെ പിന്നിൽ ഒരുപാട് ഫറോവമാരും സൈന്യങ്ങളുമുണ്ട്. പക്ഷെ ഈ സമുദ്രങ്ങൾ നമുക്കുള്ള തടസ്സമല്ല, നേരെ മറിച്ച് നമ്മുടെ പിന്നിലുള്ള ഫറോവമാർക്കുള്ള കെണിയാണ് എന്നുള്ളതാണ് ഖുർആൻ ഈ ചരിത്രത്തിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്.